so much motherfucking designer on right now. Break it down, bring it back, make it clap. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോകണമെന്നറിയോ, എനിക്ക് ഇവിടെ വന്നതിന് ശേഷം തോന്നിയ ഇവിടുത്തെ കുറച്ച് ഇൻട്രസ്റ്റിങ്ങും ഫണ്ണി ആയിട്ടുള്ള കുറച്ച് റൂൾസാണ്. എനിക്കത് ഫണ്ണിയായി തോന്നിയ പോലെ ചിലപ്പോൾ നിങ്ങൾക്കും തോന്നാം, പക്ഷെ അത് ഇവിടുത്തെ ആൾക്കാർക്ക് ഫണ്ണിയല്ല. അവരത് ചെറുപ്പം തൊട്ടേ ശീലിച്ച് വരുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫുഡ് കഴിക്കില്ലേ, ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ചവയ്ക്കുമ്പോൾ ചുണ്ട് അടച്ചു വെച്ചിട്ട് വേണം ചവയ്ക്കാൻ. ഇല്ലയെന്നാണെങ്കിൽ, അതായത് നമ്മളിപ്പോൾ ചുണ്ട് അടയ്ക്കാണ്ട് ചവച്ചു വരുന്നത് നമ്മുടെ നാട്ടിൽ കുഴപ്പമില്ല, പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ വിചാരിക്കും നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ കൾച്ചർ ഇല്ല എന്നാണ്. നമ്മൾ അങ്ങനെയാണ് വളർന്നു വന്നത്, അതായത് നമുക്ക് കൾച്ചർ ഇല്ലാണ്ടാണ് നമ്മൾ വളർന്നു വന്നത് എന്നാണ് ഇവർ കരുതുക. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ നമ്മൾ ഏമ്പക്കം വിടില്ല, അതിവിടെ പറ്റില്ല. അതും ഇവിടെ എഴുതപ്പെടാത്തൊരു റൂളാണ്. അതായത് ഏമ്പക്കം വിടുമ്പോൾ ഒരു വൃത്തികെട്ട കാര്യമായിട്ടാണ് ഇവർ കരുതുന്നത്. എനിക്കിവിടെ വന്നപ്പോൾ ആദ്യം ഇതെല്ലാം നല്ല ബുദ്ധിമുട്ടായിരുന്നു, കാരണം ചുണ്ട് അടച്ച് ഫുഡ് കഴിക്കണം, അതൊന്നും നമ്മൾ ശീലിച്ച കാര്യങ്ങളല്ലല്ലോ. അതുപോലെ ഏമ്പക്കം വന്നാൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ അതൊരു നോർമൽ കാര്യമാണ്, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്ത് ഇപ്പോൾ ഒരുവിധം ഒന്ന് ഓക്കെ ആയി. ഇനി അതിൽ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. അതായത് ഫാമിലി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അങ്ങനെ ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ആരുടെയെങ്കിലും ഒരാളുടെ കഴിഞ്ഞു വെച്ചിട്ട് അവർക്ക് നീച്ചു പോകാൻ പറ്റില്ല. അതായത് ഇപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്, അതായത് അപ്പോൾ എൻ്റെ കഴിഞ്ഞു, എനിക്ക് പ്ലേറ്റ് കൊണ്ടുവച്ച് കൈ കഴുകുക, അങ്ങനെയാണ് നമുക്ക് നാട്ടിൽ അതൊക്കെ ചെയ്യുക, അതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും സംസാരമൊക്കെ കഴിഞ്ഞ് എപ്പോഴാണോ അവർക്ക് നീക്കാൻ തോന്നുന്നത് അപ്പം മാത്രമേ നമ്മൾ നീക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ മൂന്നാമത്തെ എനിക്ക് കുറച്ച് ഫണ്ണി ആയിട്ട്. അതായത് നമുക്ക് എത്ര നേരം അവരുടെ ഒപ്പം ഇരിക്കാൻ, അവർ കുറേ നേരം ഇരുന്നാൽ നമ്മളും അതുപോലെ ഇരിക്കേണ്ടി വരും. അതൊക്കെ എനിക്ക് കുറച്ച് ഫണ്ണി ആയിട്ട് തോന്നി. പിന്നെ നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ ഒക്കെ ഫുഡ് കഴിക്കാൻ ഹോട്ടലിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും ഫോൺ ടേബിളിൽ നിന്ന് വെക്കണം. അങ്ങനെ വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ആരെങ്കിലും ഫുഡ് കഴിക്കണതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഫോൺ എടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അയാൾ കൊടുക്കേണ്ടി വരും ബാക്കി എല്ലാവരുടെയും പൈസ. അല്ലെങ്കിൽ സാധാ പോലെ എല്ലാവരും പിരിവിട്ടിട്ട് അങ്ങനെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യും. അല്ലാന്നാണെങ്കിൽ, അതായത് ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണോ ഫോൺ യൂസ് ചെയ്ത് അയാൾ എല്ലാവരുടെ പൈസയും കൊടുക്കേണ്ടി വരും. ഇതാണ് എനിക്ക് ഫുഡിൻ്റെ കാര്യത്തിൽ തോന്നിയ 4 ഫണ്ണി ആയിട്ട് പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നുന്ന കാര്യം. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഫണ്ണിയല്ല, ഇവിടെ ഉള്ള ഒരു നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ഏതിനെ വണ്ടി പോവുക ഇടത്തെ സൈഡിൽ കൂടെ അല്ലേ, പക്ഷെ ഇവിടെ പോവുക വലത്തെ സൈഡിൽ കൂടെ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെ നാട്ടിൽ കൂടെ ഇടത്തു കൂടെ പോണ വണ്ടികൾ ഇവിടെ വലത്തെ സൈഡിൽ കൂടെ പോകും. അതുപോലെ സൈക്കിളാണെങ്കിലും വലത്തെ സൈഡിൽ കൂടെ പോകണം. അതുപോലെ നടക്കുകയാണെങ്കിൽ ഇടത്തെ സൈഡിൽ കൂടെ വേണം നടക്കാൻ. അങ്ങനെ ഒരുപാട് റൂൾസ് ഉണ്ട് ഇവിടെ. അതുപോലെ നമുക്ക് നടന്നിട്ട് റോഡ് ക്രോസ് ചെയ്യണമെങ്കിലും അതുപോലെ സൈക്കിൾ കൊണ്ട് റോഡ് ക്രോസ് ചെയ്യണമെങ്കിലും നമുക്ക് സിഗ്നൽ അത്യാവശ്യമാണ്. ഇവിടെ നമുക്ക് മുക്കിലും മൂലയിലും നമുക്ക് ഒരുപാട് സിഗ്നൽസ് കാണാം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഇവിടെ റോഡ് മുറിച്ചടക്കാൻ. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്, വണ്ടികളോട് കൈ കാട്ടി നിർത്താൻ പറയും, നമ്മൾ ക്രോസ് ചെയ്യും. അങ്ങനെ ഇവിടെ പറ്റില്ല. നമുക്ക് സിഗ്നൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റൂ. അതാണ് ഇവിടെ ഉള്ള മറ്റൊരു റൂള്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ.